ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഫാമിലി ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. വയനാട് റിസോർട്ടിലേക്ക് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു യാത്ര ഇക്കൻ്റെ ഫാമിലീൻ്റെ കൂടെയാണ് കേട്ടോ. ഇക്കൻ്റെ ഉമ്മ, ഉപ്പ, അതുപോലെ തന്നെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അവരുടെ മക്കൾ, അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ട്രിപ്പാണ്. പിന്നെ സ്കൂളൊക്കെ തുറക്കാനായതല്ലേ, അപ്പോഴേക്കും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്നുണ്ടായൊരു ട്രിപ്പാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 10:30ക്കാണ് ഇറങ്ങിയത്. നമ്മൾ നാട്ടിൽ നിന്ന് വയനാട്ടിലേക്ക് എത്താൻ ഏകദേശം ഒരു 3 മണിക്കൂർ യാത്ര ഉണ്ട്. പക്ഷേ നമ്മൾ അതിലും വൈകി, കാരണം നല്ല ബ്ലോക്കായിരുന്നു ചുരത്തിലൊക്കെ. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ബ്ലോക്ക് കൂടി വന്നപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1:30 ആയപ്പോൾ തന്നെ ഫുഡ് കഴിച്ച്. അപ്പോൾ ഈ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ പാർസലാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇറങ്ങി. അപ്പോൾ കുറച്ച് ബ്ലോക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നേരെ റിസോർട്ടിലേക്ക് തന്നെയാണ് പോണത്. അങ്ങനത്തെ ഏകദേശം ഒരു 3 മണി ആയപ്പോഴാണ് കേട്ടോ നമ്മളിവിടെ എത്തിയത്. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റിസോർട്ട്. ഈ ഒരു റിസോർട്ടിൽ 3 വില്ലയാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുള്ളത്. 2 ബെഡ്റൂമുള്ള 3 വില്ലകളായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കയറിയാൽ രാവിലെ ഒരു 11 മണി 12 മണിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മളിവിടെ ചെക്കൗട്ട് ചെയ്യണോ. അങ്ങനത്തെ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റായിട്ട് നാത്തൂൻ്റെ വീട്ടിലത്തെ വണ്ടിയായിരുന്നു എത്താനുണ്ടായിരുന്നത്. അപ്പോൾ അവരും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ നമ്മളിവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് റൂമിലേക്ക് പോവുകയാണ്. ലഗേജും കാര്യങ്ങളൊക്കെ റൂമിലേക്ക് വെച്ചിട്ട് നേരെ പൂളിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ കുട്ടികളൊക്കെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നേരെ പൂളിൽ ചാടും എന്നൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഈ ഒരു പൂൾ വില്ല എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അവർ അതിന് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഏതായാലും നമ്മളും അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ആവേശം കേട്ടോ. പിന്നെ ഓരോരുത്തരെ പിടിച്ച് പൂൾക്ക് തള്ളിടലും അങ്ങനെയായിട്ട് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കൂടണം കേട്ടോ. ഫാമിലീൻ്റെ കൂടെ ആയാലും എല്ലാവർക്കും ഒരു സന്തോഷമാവും. ഒരു ദിവസം നമ്മൾ എല്ലാ കാര്യങ്ങളും മറന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുന്നത് നല്ലതാണ്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ ബിസിനസ് പരമായിട്ടും അവരെ ജോലിപരമായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോകുന്നവരായിരിക്കും. പക്ഷേ വീട്ടിലെ സ്ത്രീകൾ അങ്ങനെയല്ലല്ലോ. അവർ ഡെയിലി വീട്ടുജോലികളിൽ ഏർപ്പെട്ട് അങ്ങനെ വീടും കുട്ടികളും ഭർത്താവും മക്കളും അങ്ങനെ ആയിട്ട് അങ്ങനെ നടക്കുന്ന ഒരു രീതിയാണല്ലോ. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് എല്ലാം മറന്ന് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കണ്ടെത്തണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ നടക്കണമ്പോൾ അവർക്ക് പുറമേയുള്ള എൻജോയ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു ദിവസം നിങ്ങൾ അവരൊന്ന് പുറത്തു കൊണ്ടുപോയി നോക്കിയാൽ അപ്പോൾ അവരുടെ ഉള്ളിലുള്ള കലകളും അതുപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ പുറത്തു വരുന്നതെന്ന് ശ്രദ്ധയിൽപ്പെടും.
അപ്പോൾ ഇതാ ഞങ്ങളുടെ ഫാമിലി അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നല്ലൊരു ഒത്തൊരുമയിലാണ് കേട്ടോ പോകുന്നത്. കാരണം മക്കളായാലും ഒരു മക്കൾ ഇനിയിപ്പോൾ എന്താ പറയുക നാത്തുമാർ, ഇളച്ചി, മൂത്തച്ചി അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ബന്ധമാണെന്നുള്ളൊരു ഫീലില്ല. നമ്മൾ ജസ്റ്റ് എല്ലാവരും സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ കാണുന്നത്. പിന്നെ ഇതിന് പോസിറ്റീവായിട്ട് എടുക്കുന്നവരും നെഗറ്റീവായി എടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. നെഗറ്റീവായി എടുക്കുന്നവരോട് എത്രയോ ക്യാഷ് മുടക്കിയിട്ട് ഇങ്ങനെ പോകണോ, നമുക്ക് വീട്ടിലിരുന്നാൽ പോരോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. പക്ഷേ നിങ്ങളുടെ വലിയ ട്രിപ്പ് പോയിട്ടില്ലെങ്കിൽ ചെറിയ ട്രിപ്പ് അല്ലെങ്കിൽ വലിയ കടപ്പുറത്ത് പോയിരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണെന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെ ഇത്രയും എമൗണ്ടൊക്കെ മുടക്കിയിട്ട് വലിയ റിസോർട്ട് എടുക്കണം, അതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ എൻജോയ്മെൻറ്റ് എങ്ങനെയാണെന്ന് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ റിസോർട്ടിൽ വന്ന കാര്യം മറന്നുപോയി കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ പൂളിലിറങ്ങിയപ്പോൾ നല്ലൊരു ചാറ്റൽ മഴയൊക്കെ വന്ന് നല്ലൊരു വൈബായിരുന്നു. പക്ഷേ ലച്ചു കരച്ചിൽ തുടങ്ങിയപ്പോൾ ഞാനൊക്കെ കയറി കുളിച്ച് ഫ്രഷായി റിസോർട്ട് മൊത്തത്തിലൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ മാത്രം കയറിയിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എപ്പോഴും പൂളിൽ തന്നെയാണ് കേട്ടോ. അവരതിൽ കിടന്ന് എൻജോയ് ചെയ്യാണ്. അപ്പോൾ നമ്മളേതായാലും ഇവിടുത്തെ ആംബിയൻസൊക്കെ ഒന്ന് കാണാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഡബിൾ റൂമിൻ്റെ വില്ല മാത്രമല്ല കേട്ടോ ഉള്ളത്. ഇവിടെ കപ്പിൾസായിട്ട് വരുന്നവർക്ക് സിംഗിൾ റൂമുള്ള റിസോർട്ട് ഉണ്ട്, പിന്നെ ഡബിൾ റൂമുണ്ട്. അതുപോലെ തന്നെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു 2 നിലയുള്ള വില്ലയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് ഇവിടെ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട് നൈറ്റ്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ ഇവർ പൂളിന്നൊന്നും കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് സബ്ബും കാര്യങ്ങളും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സച്ചു അതിൽ വിളിച്ചു പറയുകയാണ് എല്ലാവരും പൂളിൽ നിന്ന് കയറേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ ഇവിടെ ഇരുട്ടൊന്നും അറിയുന്നില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ ഒരു സമയത്തിന് നല്ലോണം ഇരുട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം 6:45 ആ ഒരു സമയമായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും പൂളിൽ നിന്ന് കയറി കുളിച്ച് ഫ്രഷായിട്ട് ഇവിടെ ഒരു റൂമിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതവിടെ കേക്ക് കട്ടിങ്ങും പിന്നെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും റൂമിൽ നിന്ന് പുറത്തിറങ്ങി അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ഫുഡ് കഴിക്കലും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിടത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫാമിലിയിലെ ഓരോരുത്തരായിട്ട് പാട്ട് പാടലും ഡാൻസും അങ്ങനെയായിട്ട് നല്ല ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു സമയം. ഈ ഒരു ഭാഗത്ത് നമ്മുടെ സൗണ്ട് തന്നെ കൊടുക്കുമ്പോഴാണ് കേട്ടോ രസം കിട്ടുന്നത്. പക്ഷേ നമ്മൾ കുട്ടികളൊക്കെ പാടിനിടയ്ക്കും കരയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മ്യൂസിക്കിനെങ്ങാനും കോപ്പിറൈറ്റ് കിട്ടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വോയിസ് കട്ടാക്കിയിട്ട് ഞാനിപ്പോൾ ഓൺ വോയിസ് കൊടുക്കുന്നത് കേട്ടോ.
അങ്ങനെ ആ ക്യാമ്പ് ഫയറിൻ്റെ അവിടുന്ന് നമ്മൾ ഒരുപാട് സമയമായപ്പോൾ പിന്നെ പ്ലേ ഏരിയയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കളിക്കാനായിട്ട് ഒരുപാട് ആക്സസറീസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോരോ കളിയിലും പിന്നെ നമ്മളെ ജിമ്മിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോരോ ഇതൊക്കെ ഇങ്ങനെ പോയി നോക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ആക്കി കേട്ടോ. നമ്മൾ കിടക്കാൻ തന്നെ ഒരുപാട് ലേറ്റ് ആയിരുന്നു. അങ്ങനെ എല്ലാവരെയും വിളിച്ച് പ്ലേ ഏരിയയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഷട്ടിൽ കണ്ടപ്പോൾ പിന്നെ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി ഒരു വില്ലയിൽ കയറിയിട്ട് പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് മാങ്ങ ഒക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഉപ്പും മുളകിട്ട് കഴിച്ചു. അങ്ങനെ ഓരോന്നൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അവനവൻ്റെ റൂമിലൊക്കെ പോയി കിടന്നുറങ്ങി. പിന്നെ പിറ്റേന്ന് രാവിലെ കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല വൈബുള്ളൊരു ആംബിയൻസ് കേട്ടോ. എണീറ്റ് വരുമ്പോൾ തന്നെ ആ കിളികളുടെ സൗണ്ടും പിന്നെ മുറ്റത്തേക്ക് നോക്കുമ്പോൾ നല്ല പച്ചപ്പും മാത്രമല്ല ആ പൂളത്തെ വെള്ളമൊക്കെ കാണുമ്പോൾ നല്ലൊരു അടിപൊളി ആംബിയൻസ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളത് കഴിക്കുക. പിന്നെ ഇവിടെ 10 മണി വരെ വന്നിട്ട് എന്ത് വേണമെങ്കിലും കഴിക്കുക കേട്ടോ. അങ്ങനെ അത് അവിടുന്ന് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി പിന്നെ പൂളിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ പൂളിലത്തെ വൈബ് പ്രത്യേകം പറഞ്ഞറിയിക്കാനൊന്നുമില്ല. കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ പൂള്. അപ്പോൾ കുട്ടികളൊന്നും ഫുഡ് കഴിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, നമുക്ക് പൂളിൽ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ എല്ലാവരും പൂളിൽ ഇറങ്ങി. ഇനിയിപ്പോൾ ഒരു 11 മണി ആകുമ്പോഴേക്ക് നമ്മളെല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോഴേക്കും നമ്മൾ ഇതിൽ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ലച്ചുവിനൊക്കെ നീന്തം പഠിപ്പിക്കുന്നുണ്ട് ഇക്ക. അങ്ങനെ തന്നെ നമ്മൾ 11 മണി ആയപ്പോഴേക്കും കുളിച്ച് ഫ്രഷായി ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കി വണ്ടിയിൽ കയറ്റുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും കൂടി ഫാമിലി പിക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ നാട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്കല്ല, മറ്റുള്ളവരെല്ലാവരും നാട്ടിലേക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ നേരെ മുത്തങ്ങ ചെക്ക് പോസ്റ്റൊക്കെ കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് കാട്ടിലൂടെ ഒരു യാത്രയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ ഇക്കൻ്റെ അനിയനും പിന്നെ ഞങ്ങളും ഇക്കൻ്റെ ജ്യേഷ്ഠൻ്റെ മോനും വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മളെ ഫാമിലി പിക്കൊക്കെ എടുത്തതിന് ശേഷം എല്ലാവരും പിരിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നേരെ പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമായി. നമ്മൾ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിക്കുകയാണ്. ഈ കാട്ടിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. പക്ഷെ മൃഗങ്ങളെ കാണാനൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അവരെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണേനും. അപ്പോൾ നമ്മുടെ ആനനെയും പന്നിനെയും അതുപോലെ തന്നെ മാനെ അങ്ങനത്തെ കുറച്ച് മൃഗങ്ങളൊക്കെയാണ് കേട്ടോ കണ്ടിട്ടുള്ളത്.
അങ്ങനെ ആ കാട്ടിലൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലെത്തിയപ്പോൾ ഏകദേശം 1 മണിയായിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.